ഹലോ ഹലോ മാമ ഞാനാ. ആരാ? നാട്ടിൽ ദിനേശനാ. ദിനേശാ, എന്തല്ലേ വിശേഷം? അതെ, ഒരു കാര്യം പറയാൻ വിളിച്ചാ. തിരക്കിലാണോ? അമ്മ ഈ ഇടയ്ക്ക് പണിക്കരെ കാണാൻ പോയിരുന്നു. അപ്പൊ അതില് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാ പ്രശ്നം? പ്രശ്നം വെച്ച് നോക്കിയപ്പോ ഇവിടെ തറവാട്ടില് 13 ആത്മാക്കളുണ്ട്. അതിലൊന്ന് നിങ്ങളുടെ അച്ഛനാ. അപ്പൊ അതിനൊരു പ്രതിവിധിയായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നാ പറയണത്. അത് നല്ല കാര്യം ദിനേശാ. ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനു വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നീ ചെയ്യ്. അതല്ല മാമ, ഈ 13 പേരെയും ഒരുമിച്ച് ആവാഹിക്കാനായിട്ട് 1.5 ലക്ഷം രൂപയുടെ ചെലവുണ്ട്. എന്റെ ഒന്നുമില്ല. മാമൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മാമ മാമ അത് പിന്നെ ദിനേശാ, തൽക്കാലം എൻ്റെ അച്ഛനെ കൊണ്ട് ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഭാവിയിൽ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഞാൻ എന്നെ വിളിക്കാം. എന്നാ ശരി. അല്ല, ഒരു 10,000 കുറച്ച് മതി. ബാക്കി ക്യാഷ് ആയിട്ട് തരാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഇവനെ പറഞ്ഞോടാ. ഹലോ, കേൾക്കണില്ല. റേഞ്ച് ഉണ്ടോ? ഹലോ. കാനഡയിലൊക്കെ ഒന്ന് പണിയെടുക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാനൊക്കെ ഇവിടെ മല മറിക്കാന്ന്. രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ ഞാൻ പെടുന്ന പാടെ എനിക്കേ അറിയുള്ളൂ. നിങ്ങൾ അവിടുന്ന് മാറിയിട്ട് വേണം അതൊക്കെ ഒന്ന് പൊളിച്ചു വയ്ക്കാൻ. ഇനിയും കാത്തിരിക്കാൻ വയ്യട്ടോ. അവസാനം ഞങ്ങൾ കുടുംബക്കാരെല്ലാം കൂടെ ഇറക്കി വിട്ടെന്ന് പറയിപ്പിക്കരുതേ. ഇതൊക്കെ മുക്കുകൊണ്ടായിപ്പോയി മോനെ, അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഒരു തരുമായിരുന്നു. സാറിലടാ, എൻ്റെ കയ്യിൽ വേറൊരു ഐഡിയ ഉണ്ട്. സുബ്രഹ്മണ്യം പുതിയടത്ത് 200 രൂപ. രാമകൃഷ്ണൻ എന്തിനാത്? വീട് പണിക്ക്. ആരുടെ? ദിനേശന്റെ. രാമകൃഷ്ണൻ ധന്യദിവസം 500. സന്ദീപ് നല്ല പടി കിടക്കണ്ട്. 3 പേര് കൂടെ. ഒരു പെട്ടിയും കൂടെ പൊട്ടിക്കാണ്ട്. ഇല്ല. എന്തായാലും അവിടെ ഉള്ളവരൊക്കെ നോക്കിക്കോട്ടോ. ഞാൻ അടുത്ത പരിപാടി കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാം. അയക്കാന്ന്. ഓ, എഴുത്തുമായനെ അറിയില്ല. ഇവനെ കൊണ്ട് തോറ്റു. സുഗുണാനന്ദൻ ആവന്തിക 200 രൂപ. ചായ കുടിച്ചോളിട്ടാ. ചായ വന്നോ? കഴിക്കാനൊന്നുമില്ലേ? 500. അച്ചപ്പണ്ട്. ഗീതാ സെബാസ്റ്റ്യൻ 200. ചായ കുടിക്ക്. ഗിരി ഒരു 200 റുപ്യ മീൻകാരന് കൊടുക്കാനാ. അതെ, വീട് പണിക്ക് വേണ്ടി കുരുക്കല്യാണം നടത്തിയോണ്ട് എന്റെ ഹൗസ് വാമിങ്ങിന് 10 പൈസ കിട്ടുന്ന വിചാരിക്കണ്ട. തരാനുള്ളവരൊക്കെ തന്നിട്ടുണ്ട്. കുറെ പുതിയ ആൾക്കാരാ. എന്നെ എല്ലാരും പറ്റിക്കാണല്ലോ മോനെ. എന്താ കാര്യം? കാലിക്കവറ് ഉളുപ്പുണ്ടോ കേക്കെ? ഇനിയെങ്കിലും തീർത്തു കൊടുത്തൂടെ? തീർക്കണ്ടല്ലോ. കാശ് തീർക്കുന്ന കാര്യമല്ല, ഇവന്റെ വീട് പണി തീർക്കുന്ന കാര്യം പറഞ്ഞേ. പൈസ തരുമ്പോ വീട് പണിയും തീരും. തീർന്നാ മതി. അടുത്ത എഴുതിക്കോ. ശിവദാസൻ തൈക്കണ്ടി 100 രൂപ. ചേച്ചേ, ആവാനത്തിലുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എടാ പൊട്ടാ, നീ എന്തിനാ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത്? പിന്നെ അത് വീട്ടിൽ തട്ടമ്പുറത്തോണ്ട് വെക്കാല്ലേ ദിനേശേട്ടൻ പറഞ്ഞേ. ദിനേശ് ചേട്ടനോ? ഇപ്പോ നീ വന്നേ. വന്നടാ, വാ. നീ വന്നേ. നീ ഇത് കൊളാക്കോ. ആരും അറിയാണ്ട് ചെയ്താൽ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയ തരുമോ?
ഉഷാറായിട്ടുണ്ട് കേട്ടാ. പക്ഷേ ഇതിനടിയിൽ CPK ചിന്നമംഗലം എന്ന് എഴുതണം. നല്ല കേരളോത്സവത്തിന് കൊടുക്കുമ്പോൾ അത് നമ്മൾ കൊടുത്തത് മനസ്സിലാവുള്ളൂ. കറക്റ്റ് അല്ലേ? ഞാനും അതിപ്പോ ആലോചിക്കായിരുന്നു. അതെപ്പോ എന്നാ പെട്ടെന്ന് എഴുത് കേട്ടാ. ശരി. ലാൽ സലാം. ലാൽ സലാം. നല്ല മുഖം അല്ലേ? ദിനേശ തുടങ്ങിട്ടോ. പാട്ട് കുറച്ച് ഒച്ചത്തിൽ വെച്ചു. ഇല്ല കട്ട് ചെയ്യുന്നില്ല. പന്തും വിളക്കും പൊരന്നേര് കത്തിക്കയാള് എല്ലാം കത്തിക്കുന്ന തോന്നുന്നത്. തുടങ്ങാൻ പോകുന്നു. നെയ്യെടുക്കുക. ആശാനെ നെയ്യില്ല, ഡാൽട്ട. പിന്നെ വേറെ പാടാ. മരിച്ച ആത്മാക്കൾ ചിലപ്പോ പൊറോട്ട എന്നിട്ടാ മരിച്ചെങ്കിലോ. അതെ, ഞാനെന്നാ താഴത്തേക്ക് പോട്ടെ. അച്ഛമ്മക്ക് ഇനി സംശയമൊന്നും തോന്നണ്ട. അടിക്കാണ്ട് ചെയ്യാൻ പറ്റുമോ? 2 പെഗടിച്ചിട്ട് കൈവറിച്ച് കളയും. അതല്ലെന്ന്, ഈ മണി അടിക്കാതിരിക്കാൻ പറ്റുമോ? ഇതൊരു പാർട്ടി ഗ്രാം ആയതുകൊണ്ടേ. അങ്ങനെ ചെയ്തൂടെ? മണി അടിച്ചിട്ടെങ്കില് അടിക്കാത്ത പൊറോട്ട പോലെ ആവും. കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ 10-13 നാള് ഈ മണിയടിന്റെ ശബ്ദം കടിച്ച് വെറുത്തിട്ട് പോണം ഇല കയറി പോകാൻ വേണ്ടിട്ട്. വലിയ പണിയാണ്. ദിനേശ നടക്കൂല കേട്ടോ. ഇവിടെ വന്നടി നടന്നോണ്ടിരിക്കുക. ഞാൻ വോളിയം കൂട്ടി വെക്കാം. അല്ലെങ്കിൽ പണിയാവും. ആ പറഞ്ഞാ മതി. ഞാൻ ഇവിടെ സജിലൂടെ ഉണ്ട്. ടെൻഷൻ. അയ്യോ അത് ഇങ്ങളെയാളാ മാതൃസംഘം. ഇയാള് മാഷ് ക്ലാസ്സിന് വരണ ആളെ പിടിച്ചിരുത്തണം. എന്റെ കാലിന്റെ ഇടയിലാ പടക്കം പൊട്ടിക്കല്. എന്താ വെച്ചാൽ ആകെ പുകമയം. ചെറിയമ്മ കൊതിന് വേണ്ടി. അതെ ഞാൻ വിചാരിച്ചു വീടിന് തീ പിടിച്ചു. അച്ഛമ്മക്ക് എങ്ങനെയുണ്ട്? അച്ഛമ്മ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്ന് കേറി കണ്ടേക്കാം. കുറെ ഇല്ല അച്ഛമ്മേനെ കുളിപ്പിക്കാൻ കയറ്റിയിരിക്കാം. അതെ ഇപ്പൊ ആണോ? എന്നാ ഗുളിക കുളിയായിട്ടല്ലേ? അല്ല, കുളിപ്പിക്കാൻ കുറച്ച് സമയം എടുക്കും. അതെ മാഷിന് പിന്നെ വരാൻ പുക കണ്ടു കൊടുത്തൊരുങ്ങി ഇറങ്ങിയായിരിക്കും അല്ലേ? ഉമ്മക്കൊലസുവിന്റെ വീട്ടിലെ സ്റ്റഡി ക്ലാസ്സിന് പോയതാ. എന്താടി നട്ടുമ്പുറത്ത് ഓരോ ഒച്ച വെക്കുന്നത്? കുട്ടികളെന്തെങ്കിലും അടുക്കി പെറുക്കി വെക്കുന്നതായിരിക്കും. ഓരോ അടുക്കി പെറുക്കല്. എനിക്ക് വയ്യാണ്ടായി പോയി. ഇല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ അടിച്ചു ഓടിച്ചേനെ. ആദ്യം നിന്നീട്ട് നടക്കാൻ നോക്ക്, എന്നിട്ടല്ലേ തട്ടുംപുറം. അമ്മേ, ലേശം കഞ്ഞി കുടിച്ചോളി. ചമ്മന്തിയും മുള്ള വറുത്തവും ഉണ്ട്. ഇന്നെന്താണീ നേരത്തെ കഞ്ഞിയും ചമ്മന്തിയും? നേരത്തെ കഞ്ഞി കുടിച്ചിട്ട് നേരത്തെ കിടന്നോട്ടെ ചേച്ചിട്ടാ. ഞാൻ കിടക്കന്നല്ലേ, ഈ എന്നെ കിടത്തണോ? ഇങ്ങനെ നൊടിയാണ്ട് കഞ്ഞാ കുടിച്ചോ. 24 നേരം കഞ്ഞിയുണ്ട്. കഞ്ഞി ഇത്ര ചോറൊന്നും വെക്കല്ല നിങ്ങള്. കുടിച്ചാട്ടെ. കേളപ്പാടിന്റെ കുറെ സാധനങ്ങളുണ്ട് അവിടെ. എല്ലാ ഐറ്റുകളും നാശാക്കും. കുടിച്ചോളി അമ്മേ. വേണം പറഞ്ഞില്ലേ? ഗൃഹനാഥ ആ പീഠത്തിൽ അങ്ങോട്ട് ഇരിക്കുക. എന്നിട്ട് കണ്ണടക്കുക. നിങ്ങളും കണ്ണടക്കുക. എന്നിട്ട് കൈകൂപ്പുക. കണ്ണടയ്ക്ക കൈ കൂപ്പൂല. കൈകൂപ്പുക. കൈകൂപ്പ്. കൂടോ ഏകം. കരുത് ഇടത് ഭാഗത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇടതേത് വലതേന്നറിയാത്ത ദ്വയം. ത്രയം.
കളഞ്ഞല്ലോ തീർത്ഥം ചരാത്തിലും കൂടാ. ആശാനെ ഞാനല്ല കിട്ടിയാ. എല്ലാവരും കണ്ണ് തുറക്കുക. കേറിയൊരെണ്ണം തിരിച്ചിറങ്ങിയിരിക്കണോ? പിടിച്ചിട്ട് കിട്ടിട്ട കേറിയൊരെണ്ണം തിരിച്ചിറങ്ങിയിരിക്കണോന്ന്. മര്യാദയ്ക്ക് എവിടെയും കെട്ടിടി. ഹലോ 10. നേരത്തെ നീ എന്നോട് 11 അല്ലേ പറഞ്ഞു? അത് ഒന്നിനെ പിടിച്ചിട്ട് കിട്ടുന്നില്ല പോലും, ഭയങ്കര പാടാണ്. കിട്ടണല്ലേ? ആ കിട്ടുന്നില്ല. ഇത് ഗിരിയേട്ടൻ വന്ന് തോന്നണേ. ഒരു സെക്കൻഡ് അവരോട് മണിയടി നിർത്താൻ പറയും കേട്ടാ. മണിയടി നിർത്താൻ പറയും. ഗിരിയേട്ടൻ വരുന്നുണ്ട്. ഗിരിയേട്ടൻ വരുന്നുണ്ടോ? സ്വാമി മണിയടിക്കല് ഗിരി വരുന്നുണ്ട്. അതാരെ ഗിരി? ആള് കൂടിയാ പൈസ കൂടിയ എല്ലാ തന്നെ നഷ്ടക്കച്ചവട. സ്വാമി ഇത് അടിക്കുന്നത് നിർത്ത്. ആ മാഷോ ഈടെന്താ ഒരു പോകാൻ പാട്ടല്ല? അത് ഇളയമ്മ കൊതുവിന് പോച്ചാ. ആണാ? ആ. തൽക്കാലം ഞാൻ പാട്ട് ഓഫ് ചെയ്യേ. കോപ്പി ഉണ്ടല്ലോ. പോയി ഓഫ് ചെയ്യടാ. ഒരു പാട്ടും പോകെ. ആശാന്റെ മണി കയറി പിടിച്ചേ. ഞാൻ കാണിച്ചു തരാം. അത് ഐഡിയ ആശാന്റെ മണി കൈ വിടറാ. അടി മുട്ടാത്ത മണിയാ. അത് നടക്കൂല പോലെ. സ്വാമി അടുത്ത കണ്ണടയ്ക്കാറായോ? ആഹാ, ആദ്യം മണിയുടെ കാര്യത്തിൽ തീരുമാനിച്ചു മതി. ഇവിടുത്തെ മന്തു കുന്തു കൂന്ത്രാണ്ടല്ല. സാധനം എടുക്കടാ. അറിയാതെ പറ്റിപ്പോയതാ. ബാക്കിയുള്ള ആത്മാക്കളെ എങ്ങനെങ്കിലും ഒന്ന് വായിച്ചു തരണം. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ മന്ത്രത്തിന് ശക്തി പറയും. സാധനം അടിക്കട്ടെ. സ്വാമി നിങ്ങളോട് ക്ഷമിച്ചിരിക്കണു. ആ പീഠത്ത് പോയിരിക്കുക. ഇരിക്കുക. ഇരിക്കുക. രണ്ടാണ് അങ്ങോട്ട് ഇരിക്കുക. കണ്ണടക്കുക. കണ്ണടച്ച് പ്രാർത്ഥിക്കുക എല്ലാരും. എന്താ പ്രാർത്ഥിക്കുക? ആ നക്കി. അല്ല അച്ഛമ്മ ഇങ്ങനെ വയ്യാണ്ട് കിടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വയനാട്ടിൽ ട്രിപ്പ് പോകണോ? അവിടെ എന്ത് കാണാനാണ്? അയ്യോ, അച്ഛമ്മയുടെ ആവശ്യത്തിന് വേണ്ടി തന്നെ ഞങ്ങൾ പോണം. മറ്റേ കാട്ടിക്കുളത്തെ വൈദ്യനല്ലേ, വൈദ്യന്റെ തൈലം പൊരട്ടിയ ഏത് പൊട്ടിയാലും സെറ്റ് ആവും അത്ര. അതെയോ? എന്നാ നല്ലതാ. അല്ലെങ്കിൽ ഞാനും കൂടി വന്നാലോ? എന്നാ ഞാനും കൂടി വരാം. വയനാട്ടിലേക്കല്ലേ, നല്ല കുളിരായിരിക്കും. നീ എങ്ങനെ വരാ? നിനക്ക് സ്കെച്ചുള്ളല്ലേ ഗിരി? എടാ ഈടുന്ന് സ്കെച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈടുന്ന് തന്നെയല്ലേ തീർക്കൂ. അതല്ലേ ഒരു രീതി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നാളെ ചിലപ്പോ വക്കീലിന്റെ കോള് വരും കേസിന്റെ കാര്യത്തിന്. മൂപ്പരുടെ വിളിയെല്ലാം പെട്ടെന്നാ. എന്നാ പിന്നെ ഞാനൊന്നേ കുളിച്ചിട്ട് വരാം. പോട്ടെ. അല്ല അപ്പൊ മാഷ് പോകുന്നില്ലേ? ഞാൻ പോണില്ല, നിങ്ങൾ പോയിട്ട് വാ. എനിക്ക് നാളെ പാർട്ടി ഉണ്ട്. എന്നാ പിന്നെ ഞങ്ങള് നിക്കുന്നില്ല. ശരി, താങ്ക് യു. ആവാഹനം കഴിഞ്ഞിരിക്കണു. എല്ലാവരും കണ്ണ് തുറക്കുക. 13 എണ്ണവും കേറിയിട്ടുണ്ട്. 13 ആശാനെ 17 കയറിയിട്ടുണ്ട്. അതെങ്ങനെ? സൈഡിലേക്കൂടെ ഞാനൊരു 4 നൈസായിട്ട് വേറെയും കയറ്റിട്ടുണ്ട്. അപ്പൊ നിന്റെ 500 കട്ട് എല്ലാരും എടുത്ത് പാക്ക് ചെയ്ത് വേഗം കുട്ടി ചെന്ന് ഗൃഹനാഥനെ ഇങ്ങോട്ട് വിളിക്കുക. എന്നിട്ട് നമ്മുടെ കാൽപാദങ്ങൾ തൊട്ട് അനുഗ്രഹങ്ങൾ വാങ്ങി ഇതാ അങ്ങനെ ഏറ്റുവാങ്ങുക. ഇടവും വലവും നോക്കാതെ തിരുനെല്ലിയിൽ പോയി കൊണ്ടൊഴുക്കുക. ഒഴുക്കാൻ മറന്നാലും നമ്മൾ ദക്ഷിണ മറക്കല്ലേ. എന്റെ മടി നിന്നെ ഇവിടെ വിളിക്കുന്നു, നീ വേഗം വാ. പ്രേതങ്ങളെല്ലാം കുത്തിക്കെറ്റി. വേഗം വാ, കേട്ടാൻ കുറച്ച് പണിയെടുത്തിട്ടുണ്ടെങ്കിലും സംഭവം ഇരുള്ളുണ്ട്. നിങ്ങൾ പോയി ഒഴുക്കുക, തിരിച്ച് വീട്ടിലേക്ക് വരിക. നിങ്ങൾക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സ്വാമിയെ പറയും. അങ്ങനെ വഴി പോകണ്ട. ശരിയാ. പിന്നെ സ്കൂളിലെ ബാക്ക് കൂടി എല്ലാരും എണീപ്പിക്കോ? ഒന്ന് വേഗം നോക്ക്. ഒച്ചപ്പാടില്ലാണ്ട് എടുക്ക്. ഇത് ചാട്ടാന്നില്ല. ഉണ്ടോ? നീ എന്തി കളിക്കുന്നേ? ഈ നട്ടപ്പാരി കൊച്ചായിട്ട് ആൾക്കാർ എന്തായാലും ശ്രദ്ധിക്കും. അവര് ചോദിക്കും. വേഗം എടുത്തേ, കളിക്കില്ലേ കേക്കേ. പഠിച്ചോനെ ഞങ്ങൾ കാത്തോളാം.